ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ് ഗൈസ്. ഇന്ന് ഞങ്ങൾ തോട്ടിൽ വെള്ളം കെട്ടിയിട്ട് തോട്ടിൽ നീന്താനുള്ളൊരു തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. ആദ്യം നാരങ്ങ ഒന്ന് പീസാക്കിയിട്ടേ നാരങ്ങ അയച്ചിട്ട് ആദ്യം എടുത്ത് വെച്ച് നാരങ്ങ ഒന്നും അറിയില്ല. ഇതാദ്യം പീസാക്കി 2-3 പീസ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വരെ തോട് കെട്ടിയിട്ട് തോട്ടിൽ നീന്താൻ പോവാ ഗൈസ്. പീസാക്കി തിന്ന് കഴിഞ്ഞിട്ട് തോട്ടിൽ ഇറങ്ങാം, എന്നിട്ട് നമുക്ക് കെട്ടാം. എവിടെ കത്തിയൊക്കെ എടുത്തോണ്ട് എവിടെ അവിടേക്ക് പോണം. അവര് വരാക്കൂല. എവിടെ നിന്നാ ആ മുട്ടനെ വിളിച്ചോ. കുറച്ചൊക്കെ പൊളിച്ച് കഴിഞ്ഞിട്ടാ ഇവിടുന്ന് കുറച്ച് പൊളിച്ച് കഴിഞ്ഞിട്ട് ഇത് കൂടി മൊത്തം പൊളിച്ച് ഇതിലേക്ക് ഇട്ടിട്ട് 2-3 കാന്താരി അവിടെ നിന്ന് പറിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മളൊരു പിടി പിടിക്കുകയാണ് ഗൈസു. ഈ വെയിലത്ത് ഒരു തണലിൽ തിരിഞ്ഞിട്ട് എരിവ് തിന്നേണ്ട കാര്യം ഓർക്കുമ്പോണ്ടല്ലോ നാട്ടിലിങ്ങനെ തൊള്ളയിൽ കപ്പലോടുക. നല്ല കാന്താരിയും നല്ല ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഒന്നും പറയില്ല, ഞാൻ കാണിച്ചുതരാം. ഇത് വലിയ എരിവുള്ള കാന്താരിയൊക്കെ ഇട്ടിട്ട് പകുതി വെള്ളമൊക്കെ ഇതാ അവിടെ. ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇവരെ കയ്യിൽ സ്പൂണ് കൈ മുറിഞ്ഞുകൊണ്ട് അവർക്ക് ഇത് തിന്നാൻ പറ്റില്ല. കുറച്ചധികം നാരങ്ങ എന്തായാലും മറ്റേ അതിൻ്റെ മുളകിൻ്റെ അധികം ഒരു ഇതും കിട്ടിയില്ല. എന്താ പറയുക, മുളക് തോനെ മുറിച്ചിട്ട് ചവച്ചെങ്കിലും ഒരു വായിക്കൊരു എരിവ് കിട്ടിയില്ല മുളകിൻ്റെ. വയറിൽ എന്തൊക്കെയോ ആവുന്നുണ്ട്, വയറിൽ എന്താ അറിയില്ല, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് വയറിൽ. തീയത്തണം എന്തോ ഒന്നും അറിയില്ല, എന്തൊക്കെയോ വയറിൽ സംഭവിക്കുന്നുണ്ട്. വയറ് എന്തൊക്കെയോ ആവുന്നുണ്ട്. കയറി അല്ലെ നീ നേരത്തെ മീന് ജിത്ത് അതിന് മീനെ കൊണ്ടുവന്നിട്ടല്ലേ? മാറി ഇനി ഞങ്ങളാ ചാക്ക കൊണ്ട് നിക്കണേ. പോടാ ഭയങ്കര പണി. അയ്യോ എന്തിനാ പണി എടുക്കുന്നത്? നമ്മള് അമ്പവിടെ ആടും കൂട്ടിയിട്ട് ഞാൻ മേലെ വരെ പോയിട്ട് നിങ്ങൾ ഇവിടെ വന്നോ. എങ്ങോട്ടാ? എങ്ങോട്ട്? മേലെ അവിടെ പോയിക്കോ. മേലെ വരെ പോയി നോക്കിയിട്ട് വരാം. അവിടെയൊക്കെ നല്ല തണുപ്പുള്ള വെള്ളം. ആണെ ഇവിടെ അന്ന് പാമ്പുണ്ടായതാ. ഇവിടെ ഈൻ്റെ ഉള്ളിലെ പാമ്പുണ്ടായതാണ്. ഒരു തല മാത്രം പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ജലദോഷമാണ്. എന്നാലും എനിക്ക് നീന്തണം ഉണ്ട്. പക്ഷെ എന്തായാലും ഞാൻ നീന്തും. എനിക്ക് ഭയങ്കര ജലദോഷം ഉണ്ട്, എന്നാലും ഞാൻ നീന്തും. വാവ്, അവസാന ഭാഗത്തി ഇതെവിടെ ഒരു പ്രവേശനമുള്ളൂ, അങ്ങോട്ട് ഫുള്ള് കാടാ. ഒരു ചാക്ക് ഫില്ലാക്കിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. അല്ലാതെ ഇവരുടെയൊക്കെ ഫോണ് പിടിക്കാൻ കൊടുത്താണ്ടല്ലോ, പിടിക്കാൻ കൊടുത്ത ആകെതായി പോയി. നിങ്ങൾക്ക് ഞാൻ ഫോൺ പിടിക്കാൻ പറ്റില്ല. ഞാൻ ഇതൊക്കെ ആക്കി കഴിഞ്ഞിട്ട് മെല്ലെ ഞാൻ എടുത്തോളാം, അതായിരിക്കും നല്ലത്. നമ്മള് താരം വന്നിക്കണേ, ഇവരുടെ മൊബൈൽ കൊടുത്താൽ ശരിയാവില്ല. അപ്പൊ നമ്മള് താരത്തിന്റെ അടുത്ത് തന്നെ മൊബൈൽ കൊടുക്കാം അല്ലേ? നിന്റെ താരം അവിടെ കൂട്ടിയിട്ട് ഒക്കെ ചാക്കിലാക്കി നമുക്ക് കൊണ്ടുവിടാം. അവിടെ അധികം നോക്കിയില്ല, മണ്ണൊക്കെ കോരിയിട്ടുണ്ടല്ലോ, കുറച്ച് ആയത്തിലാക്കിയിരിക്കണം. അവർ കുട്ടികളൊക്കെ ഇറങ്ങണ കാട്ടി പിന്നെ ഞാൻ തോർത്തെടുത്തിട്ടുണ്ട്. ഇതാക്കാൻ വേണ്ടി തുടയ്ക്കാൻ വേണ്ടി തോർത്തെടുത്തിട്ടുണ്ട്. സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങളാദ്യം പോയി കുളിക്കട്ടെ കേട്ടോ. തോട്ടിൽ കുളിച്ച് കുറേ ഒന്നും ആയിട്ടില്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ തോട്ടിൽ കുറച്ച് മണ്ണൊക്കെ കോരി കുറച്ച് ആയത്തിലാക്കിയിട്ട് ഞങ്ങൾ ഒന്നുകൂടി കുളിക്കാൻ പോകും കേട്ടോ. കുട്ടികളെ ഇറങ്ങണ കാട്ടി പിന്നെ ഞങ്ങൾ വേഗം കുളിക്കാൻ പോയിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തന്നെ തിരിച്ചു വരും. ഞാൻ കാണിച്ചു തരാം. അവിടെ ഞങ്ങൾ അധികം ആക്കിയില്ല, മണ്ണൊക്കെ കോരി കുറച്ച് ആഴത്തിലാക്കിയിട്ടിരിക്കണേ. ഞങ്ങളെ കുളി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങാൻ പാടുള്ളൂ. ഞങ്ങളാദ്യം കുളിക്കട്ടെ കേട്ടോ. ആയില്ല ഇതാ കലക്കൊക്കെ ഒന്ന് പോട്ടെ. കുറച്ചധികം കലക്കുണ്ട്, അധികം ഒന്നും സംഭവിച്ചില്ല. അവിടെ കുറച്ച് മണൽ വാരിയിട്ട് പിന്നെ അവിടെ കുറച്ച് ആഴത്തിലാക്കിയിട്ട് അത് മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ ഇവർ ഞങ്ങളെ കുളി കഴിഞ്ഞിട്ട് വേണം ഈ സൈഡൊന്ന് പൊട്ടിച്ച് അവിടുത്തെ വെള്ളമൊക്കെ കലക്കൊക്കെ ഒന്ന് കളയാൻ. ഇവർ ആദ്യം കുളിക്കാൻ വേണ്ടി തോർത്തൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ ആദ്യം ഞങ്ങൾ കുളിക്കും. അത് കഴിഞ്ഞിട്ട് മതി എല്ലാവരും. ഇപ്പം തന്നെ കുളിക്കാനൊന്നും ആയിട്ടില്ല. കുറച്ച് കലക്കൊക്കെ പോകാണ്ട് അവിടെ കുറച്ച് നേരം ചെറുതായിട്ട് തുറന്നിട്ടിരിക്കണം. കലക്കൊക്കെ മെല്ലെ പോകുന്നുണ്ട്. കലക്ക് പോയിട്ടാണ് ഞങ്ങൾക്ക് കുളിക്കാൻ. കുറച്ച് വെള്ളത്തിൽ കുളിച്ചിട്ട് കുറേ കാലം കഴിഞ്ഞ്. എന്നിട്ട് കലക്കൊക്കെ കുറച്ച് പോയിട്ടാണ് ഞങ്ങൾക്ക് കുളിക്കണേ. ചെറുതായിട്ട് കുറച്ചധികം സ്പീഡിൽ കലക്കൊക്കെ തീരുന്നുണ്ട്. തീർന്നിട്ടാണ് മെല്ലെ ഫസ്റ്റ് തന്നെ ഞാൻ ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ആരാ?
ഓക്കെ ഫസ്റ്റ് ഞാൻ നിൽക്കൂ ഫസ്റ്റ് ഞാൻ ഇറങ്ങാം നിനക്ക് കലക്കാ നോക്ക് കലക്ക ആക്കി കലക്കൊന്ന് പോട്ടെ ഇറങ്ങാണേ ഫസ്റ്റ് ഇറങ്ങാണേ ഇറങ്ങാൻ പോവാണേ കിടക്കട്ടെ അമേസിങ് പോവാങ്ങട്ടെ ചന്ദ്രിക കുളി കഴിഞ്ഞ് അപ്പൊ തന്നെ കൊറേ എണ്ണ ഇറങ്ങിയിരിക്കണതാ മോട്ടെ എടാ മോട്ടെ അത് മെല്ലെ അങ്ങോട്ട് മാറ്റിയേക്ക് അത് മെല്ലെ അങ്ങോട്ട് മാറ്റിയേക്ക് അവരെ കൂടി ഇതിലായിട്ട് കഴിഞ്ഞില്ലേ ഇപ്പൊ ഏതൊക്കെ നല്ല ഡ്രസ്സ് കിട്ടും ഈ നീല ആരും ഇട്ടില്ലല്ലോ നീലടാ ആ പാന്റ് ഉണ്ട് ഞാൻ കാണിച്ചത് ഈ പാന്റ് രാവിലെ ഇട്ടാണ് രാവിലെ ട്രൗസറിന്റെ മേൽക്കൂടെ ഇട്ടാട്ടോ പുറത്തേക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് വെറുതെ ഇട്ട പാന്റാണ് ഇതാ ഇതോക്ക് ഈ പാന്റ് ഇതിന്റെ മേലെ കുറുമ്പോക്ക് ഈ പാന്റ് എന്നടാ സമ്മതിക്കൂല നന്നാ അതാട്ട് അങ്ങനെ കളറങ്ങ് ചേഞ്ച് ആക്കി കേട്ടോ കളറ് ചേഞ്ച് ആക്കി ഞാനേ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇപ്പൊ വരാട്ടോ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് ഗൈസ് ഇനിയുണ്ടല്ലോ ഇനിയാണ് ടാസ്ക് ഇതുണ്ടോ റൂം മൊത്തം ഇതൊക്കെ വലിച്ചു വാരിട്ടിരിക്കണം ഇതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ട് അടിച്ചു വാരണം അവിടെയൊക്കെ അടിച്ചു വാരണം മുറ്റടിച്ചു വാരണം കുറെ എല്ലാം വലിച്ചു വാരി ഇട്ടിക്കണം കണ്ടോ ഒക്കെ വലിച്ചു വാരി ഇങ്ങനെ ഇട്ടിക്കണ് ആ കിങ്ങിണീനെ കാണില്ല അവൾ വിളിക്കട്ടെ അവിടുത്തെ മുറ്റമൊക്കെ അടിച്ചു വരാൻ പറയും ഞാൻ അതൊക്കെ ഒതുക്കി പെറുക്കി സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടൊക്കെ അതൊന്നും ലെവലാക്കി ആക്കട്ടെ ഇനിയിപ്പോൾ അമ്മ വന്നാൽ പിന്നെ അതിനും വേറെ കേൾക്കേണ്ടി വരും ആദ്യം ഈ റൂമിൽ നിന്ന് തന്നെ തുടങ്ങാം കാരണം എന്താ വെച്ചാൽ ഈ റൂമിൽ കുറച്ചധികം വലിച്ചു വരെ ഇട്ടിരിക്കുന്ന തുണിയും പിന്നെ മറ്റേ ഹാൻഡ് ബോക്സും പിന്നെ ഇതിൻ്റെ പാട്ടയും മൂടിയും എല്ലാം വലിച്ചിട്ടിരിക്കണേ ഇതാദ്യം നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ട് ബാക്കി റൂമത്തെ പരിപാടിക്ക് പോവാം അതിന് ഈ റൂം ക്ലീൻ ആക്കി പിന്നെ ഈ റൂമിൽ ഇനി ക്ലീൻ ആക്കാണ്ട് ക്ലീൻ ആക്കുക വെച്ചാൽ അവിടത്തേക്ക് ഞാൻ എടുത്ത് വെച്ചിക്കണ് ഇവിടെ ഉണ്ടായ സാധനങ്ങളൊക്കെ അവിടെയൊക്കെ എടുത്ത് വെച്ചിക്കണ് ഇതിനി 2-3 ഇവിടെ എടുത്തേക്കാനുള്ളൂ അതുകൊണ്ട് കഴിഞ്ഞാൽ ഈ റൂമത്തെ പരിപാടി കഴിഞ്ഞ് പിന്നെ മുറ്റം പിന്നെ ഇവിടെ നിന്ന് ഇതാക്കാണ്ട് കണ്ടോ ചളിയൊക്കെ ആയിട്ട് ആകെ ഇതായിക്കട്ടെ ഇത് മുറ്റം സിറ്റ് ഔട്ടാണ് തന്നെ തോന്നുന്നില്ല അത്രയും ചളിയൊക്കെ ആയിക്കട്ടെ ഇതൊക്കെ വാ നല്ല മൊഞ്ചുണ്ട് കാണാൻ ചെരുപ്പൊക്കെ ആവാത്ത ഒതുക്കി വെക്കാം പിന്നെ മുറ്റൊക്കെ അടിച്ചു വരല് കിങ്ങിണി വന്നിട്ട് അവളടുത്ത് മുറ്റ അടിച്ചു വരാൻ പറയാം മുറ്റ അകം തുടയ്ക്കാൻ പറയാം ആദ്യം തുണിയൊന്നും എടുത്തേക്കട്ടെ ചെരുപ്പൊക്കെ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ മൊബൈൽ നോക്കിയപ്പോൾ ആകെ 4% ഉണ്ട് ചാർജ് കുറച്ചേരം കുത്തിയേക്കണം കേട്ടോ മഴക്കാറുണ്ട് കുറച്ച് മഴക്കാറുണ്ട് ഈ ഭാഗത്തായിട്ട് അല്ലാണ്ടല്ലോ ഒരു സ്ഥലത്ത് നല്ല ഇരുട്ട് മൂടി കിടക്കുന്നുണ്ട് അധികം മൂടിയിട്ടില്ല എന്നാലും മൂടി കിടക്കുന്നുണ്ട് കുറച്ച് കറണ്ട് പോകുന്നതെന്ന് അറിയില്ല ഇപ്പൊ തന്നെ മൊബൈൽ കുറച്ചേം കുത്തിയാട്ടെ ആകെ 4% ചാർജ് ഉള്ളൂ കേട്ടോ മൊബൈൽ ചാർജൊക്കെ കുത്തി കഴിഞ്ഞിട്ട് ഞാൻ കടന്നുറങ്ങി എണീറ്റ് കുറെ നേരം ഇപ്പൊ ഞാൻ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് റൂമിക്ക് വന്നുള്ളൂ എല്ലാവരും വന്നിട്ടുണ്ട് ഞാൻ എണീറ്റപ്പോഴത്തേക്കും എല്ലാവരും വന്നിട്ട് എന്നെ വിളിച്ച് എണീപ്പിച്ചിട്ടുണ്ടല്ലോ ആകെ ഇതായിക്കണ് ഞാൻ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിക്കണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം നാളെ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം ടാറ്റാ